മലപ്പുറത്ത് നിന്നും ശിവദാസ് കന്മനം നേരത്തെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴും ശിവദാസ് തുടരുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ശിവദാസ്, അതായത് മലപ്പുറം എന്ന് പറയുന്നത് ഇത്തരം ഭീകര ശക്തികൾക്ക് വളക്കൂറുള്ള മണ്ണാണ്. അത് ഇന്നും ഇന്നലെയുമല്ല. വർഷങ്ങൾക്ക് മുമ്പ് രാമസിംഹന്റെ വധം മുതൽ, അല്ലെങ്കിൽ അതിന് എത്രയോ കാലം മുമ്പ് 1921 മാപ്പള ലഹളയുടെ ചരിത്രം നമുക്ക് അറിയാവുന്നതാണല്ലോ. ഏറനാട്, വളുവനാട് താലൂക്കുകളിൽ ഹിന്ദുക്കളെ കൂട്ടക്കുരുതി ചെയ്ത ആ ലഹളക്കാലമൊക്കെ. അപ്പം അതിനൊക്കെ ശേഷം ഇങ്ങോട്ട് പിന്നീട് രാമസിംഹന്റെ വധമാണെങ്കിലും 92 അയോധ്യയിലെ തർക്കമന്ദിരത്തിന്റെ നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നിട്ടുള്ള കലാപങ്ങളുടെ ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇപ്പോഴും മലപ്പുറത്ത്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനൊക്കെ സ്വാധീനം കൂടിയ സാഹചര്യത്തിൽ മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിക ഭീകരശക്തികൾ ഇത്തരത്തിൽ വലിയ ഗൂഢാലോചന നടത്തുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അതല്ലേ NIA നൽകുന്ന സൂചന, ശിവദാസ്? ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായും മലപ്പുറം ജില്ല പൂർണ്ണമായും ഒരു ഇസ്ലാമിക ഭീകര രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ അത്തരത്തിൽ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴും അവരുടെ പ്രവർത്തനം. നമ്മൾ വർഷങ്ങളായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാറി മാറി വരുന്ന കേരളത്തിലെ സർക്കാരുകൾ ഇതിന് കൃത്യമായി പിന്തുണ നൽകുന്നുണ്ട്. ഇടത് സർക്കാർ ഭരിക്കുമ്പോഴും വലത് സർക്കാർ ഭരിക്കുമ്പോഴും കൃത്യമായി ഇതിന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക്, ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായി തന്നെ പിന്തുണ നൽകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പോലും വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അടക്കം ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന നേതാവിനെ അടക്കം തിരികെ കയറ്റിയത് നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അതായത് കൃത്യമായി തന്നെ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെയും അത്തരം സംഘടനകളെയും പ്രീണിപ്പിക്കുകയും അവർക്ക് വേണ്ടി ഒത്താശ ചെയ്യുകയും അവർക്ക് വളക്കൂറുള്ള മണ്ണായി മലപ്പുറം ജില്ല മാറുകയും ചെയ്യുകയാണ്. നമ്മൾ മുൻപൊക്കെ പല തവണ അത് കണ്ടിട്ടുണ്ട്. മാപ്പിള കലാപവും അതിനുശേഷം രാമസിംഹന്റെ വധം ആണെങ്കിലും ശരി, ബാബറി മസ്ജിദ് ആ തകർന്ന സംഭവത്തിലൊക്കെ തന്നെ സംഭവത്തിൽ ഇവിടെ വലിയ രീതിയിലുള്ള കലാപത്തിന്റെ ശ്രമം നടന്നിരുന്നു. അത്തരത്തിൽ കൃത്യമായി തന്നെ മലപ്പുറം ജില്ല പൂർണ്ണമായും ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറുകയാണ്. പല ഭീകരവാദ പ്രവർത്തകരെയും മലപ്പുറം ജില്ലയിൽ നിന്ന് പിടികൂടിയിരുന്നു. നമുക്കറിയാം ഈ സംഭവത്തിൽ, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ സംഭവത്തിൽ, ഇത് ഫെബ്രുവരിയിലാണ് ഇത്തരത്തിൽ വൻതോതിലുള്ള സ്ഫോടക വസ്തു ചെമ്മാടുള്ള ഒരു ഹോളോബ്രിക്സിന്റെ സ്ഥാപനത്തിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. വലിയൊരു ഗോഡൌണിൽ നിന്നാണ് പിടികൂടിയിരിക്കുന്നത്. ഒരു ഉള്ളിച്ചാക്ക് ഒരു ലോറിയിൽ കൊണ്ടുവന്ന് അതിന്റെ മറവിൽ ആയിരുന്നു ഈ ഒരു ലോറി നിറയെ ഇത്തരത്തിൽ ഏകദേശം 89,000 അധികം ഡിറ്റനേറ്ററുകൾ മാത്രം പിടിച്ചെടുത്തു. അതോടൊപ്പം തന്നെ മറ്റ് സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ഇലക്ട്രിക് ഉപകരണങ്ങൾ അടക്കം പിടിച്ചിരുന്നു. സമാനമായി തന്നെ പാലക്കാട് ജില്ലയിൽ നിന്നും തണ്ണിമത്തൻ കൊണ്ടുവരുന്ന ലോറിയുടെ മറവിൽ ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ പിടികൂടിയിരുന്നു. ഇതെല്ലാം തന്നെ മലപ്പുറം ജില്ലയിലേക്കും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സമാനമായ ഹൈന്ദവ വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന ഇടങ്ങളിലേക്കും കൊണ്ടുപോവുക, അല്ലെങ്കിൽ അവിടെ ഇത്തരത്തിൽ സ്ഫോടന പദ്ധതികൾ ആസൂത്രണം ചെയ്യുക, ഇതിനുവേണ്ടി ഉപയോഗിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്നതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് NIA ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ കേസ് ഏറ്റെടുക്കാനുള്ള ഒരു കാരണവും കൃത്യമായി തന്നെ ആ സമയങ്ങളിൽ ഈ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ സമയങ്ങളിൽ തന്നെ കർണാടക, തമിഴ്നാട്, കേരളം അടക്കമുള്ള ജില്ലകളിൽ ഒരേ സമയം തന്നെ ദേശീയ അന്വേഷണ ഏജൻസി റെയ്ഡ് നടത്തുകയും നിരവധി ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ കേസിൽ തന്നെ ഉൾപ്പെട്ട ആളുകളെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും കേരളത്തിൽ നിന്നുമാണ് പിടികൂടിയിരിക്കുന്നത്. അതായത് ഒരു വൻ ശൃംഖല തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം കർണാടകയിൽ നിന്നുമാണ് ഈ സ്ഫോടക വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം മഹോത്സവം നടന്നത് ജനുവരി മാസത്തിലാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു മഹോത്സവം കൂടിയായിരുന്നു. ചൂന അഖാഡയുടെ നേതൃത്വത്തിൽ, സന്യാസിമാരുടെ നേതൃത്വത്തിൽ നടന്ന വലിയൊരു കുംഭമേളയ്ക്ക് സമാനമായി തന്നെ നടന്ന വലിയൊരു സന്യാസി സമ്മേളനവും സംഗമവുമായിരുന്നു ഇവിടെ നടന്നത്. അതായത് ഒരു ഇത്തരത്തിൽ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കുംഭമേളയ്ക്ക് സമാനമായ മാക്കമക്ക മഹോത്സവം ആരംഭിച്ചത്. അത് തകർക്കുക എന്നുള്ള കൃത്യമായ ഒരു ലക്ഷ്യം ഇത്തരം ഭീകര സംഘടനകൾക്ക് ഉണ്ടായിരുന്നു. കാരണം കേരളത്തിൽ, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലാണെങ്കിലും കേരളത്തിലാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ഹിന്ദു കൂട്ടായ്മയെ തകർക്കുക എന്നുള്ള കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് നടന്നത്. തുടക്കത്തിൽ ശിവദാസ് എന്തായാലും വ്യക്തമാണ്, വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് ഈ വാർത്ത എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാഘമഹോത്സവം, കേരളത്തിന്റെ കുംഭമേളയായി നാം വിശേഷിപ്പിക്കുന്ന മാഘമഹോത്സവം വർഷങ്ങൾക്ക് മുൻപ് നടന്നിരുന്ന മാമാങ്കത്തിന്റെ ആവർത്തനം എന്ന നിലയിൽ കൂടിയാണ് തിരുനാവായയിൽ ഇത്തരം മാഘമഹോത്സവം സംഘടിപ്പിച്ചത്. ധാരാളം സന്യാസി ശ്രേഷ്ഠന്മാർ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ അഖാഡകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഭാരതപ്പുഴയുടെ തീരത്തേക്ക് എത്തിയിരുന്നു. ഏതാണ്ട് ഒരു മാസക്കാലം നീണ്ടുനിന്ന മാഘമഹോത്സവത്തിനിടയിൽ വലിയ ആക്രമണം ഉണ്ടാക്കി കേരളത്തിൽ വർഗീയ കലാപത്തിന് ഇസ്ലാമിക ഭീകരശക്തികൾ ലക്ഷ്യമിട്ടു എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി ഈ ഘട്ടത്തിൽ
ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്ത കാലത്ത് മലപ്പുറത്ത് നിന്നും പിടികൂടിയ വൻ സ്ഫോടക ശേഖരം ഈ മാഹ മഹോത്സവം ലക്ഷ്യമിട്ട് കൊണ്ടുവന്നതാണെന്നും അവിടെ പൊട്ടിക്കാൻ വേണ്ടിയുള്ള ജിഹാദികളുടെ നീക്കത്തെ കേന്ദ്ര ഏജൻസികൾ ഇടപെട്ടതുകൊണ്ട് അത്തരം വലിയൊരു ഭീകര ആക്രമണം ഒഴിവാക്കുകയായിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസി നടത്തുകയാണ്. ഇതിനകം തന്നെ 10 ജിഹാദികൾ NIA-യുടെ പിടിയിലാണ്. അവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇസ്ലാമിക ശക്തികളെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും എന്ന് NIA വ്യക്തമാക്കുന്നുണ്ട്. സമഗ്രമായ അന്വേഷണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.